ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം മോനോട് ചോദിക്കുമ്പോഴൊന്നും മോനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. മോനോട് കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് മോന് പേടിയാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ. ഇനിയിപ്പോൾ കല്യാണി ആൻറ്റി വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മോൻ എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ്, ഇനിയിപ്പോൾ ആൻറ്റിയുടെ ഫോണിൽ മോളുടെ നമ്പർ കാണുമല്ലോ, എടുത്ത് വിളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ ഫോണാകെ പൊട്ടിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യമോൻ പറയുന്നുണ്ട്, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ് എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്പർ എടുക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ വരുവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇവർക്ക് ബോധം തെളിയാൻ കുറച്ച് സമയമാവും, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല, ഇവരുടെ ബന്ധുക്കാരെങ്കിലും വരുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടല്ലോ നോക്കാൻ, നിങ്ങൾ വിഷമിക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിൽ നിങ്ങൾ വിളിച്ചോളാം, കുട്ടിയും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പൊയ്ക്കോളാൻ പറയുവാണ് കേട്ടോ. ആ സമയത്ത് അവർ ആദിമോനെയും കൂട്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ആദിമോൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിന്ന് ഭയങ്കരമായിട്ട് കരയുവാണ്. അങ്ങനെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന ആദിനെ എടുത്തുകൊണ്ട് നമ്മുടെ സച്ചി വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ആദിമോൻ ആകെ ഉറങ്ങുവാണ്. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ മോന് പാലെടുക്കാം എന്ന് പറഞ്ഞ് ഇവർ കുഞ്ഞിനെയും കൊണ്ട് അകത്തോട്ട് കയറുന്ന ചന്ദ്ര കാണുവാണ് കേട്ടോ. ഇനി ഏതാണോ പുതിയ മാരണത്തെ കൊണ്ട് വന്നതെന്നുള്ള രീതിയിൽ ചന്ദ്ര ചോദിക്കുകയാണ്, ഇതേതാടാ ഈ പുതിയ ഐറ്റം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുവാണ്. അപ്പോൾ സച്ചി പറയണം, അമ്മ എന്തേ ഈ പറയുന്നേ, അമ്മ ഇവനെ കണ്ടിട്ടുണ്ട്, ഇങ്ങ് നോക്കുമെന്ന് പറഞ്ഞ് തിരിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ശ്രുതി കാണുവാണ് കേട്ടോ കുഞ്ഞിനെ. അപ്പോഴത്തേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഈ നശൂലമാണോ വന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുവാണ് കേട്ടോ. ഇവൻ്റെ ആ വല്യമ്മയും കൂടെ വന്ന ദിവസം ഞാനിവിടെ കാല് വഴുക്കി വീണത്, അത്രയ്ക്ക് അപശകുനങ്ങളെ രണ്ടും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ വിഷമവുമാണ്. അപ്പോഴത്തേക്കും ഇവൻ്റെ വല്യമ്മയ്ക്ക് വയ്യാണ്ടായി, അവരവിടെ തലയിറങ്ങി വീണു, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ രേവതി പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കും അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്തായിരിക്കുന്നേ, ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലോ അങ്ങനെയൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ വിഷമം വന്ന് ശ്രുതി പുറകെ മാറി നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും സച്ചിയും പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവനെ നോക്കും, അല്ലാതെ എന്താ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, നോക്കുന്നൊക്കെ കൊള്ളാം, നിൻ്റെ വീട്ടിൽ കൊണ്ട് നോക്കിക്കോളാൻ രേവതിയോട് പറയുവാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പറ്റത്തില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും സച്ചി പറയാണ്, നിങ്ങളുടെ കയ്യിൽ ആധാരം ഉണ്ടോ, ആധാരം ഇങ്ങ് എടുക്കുക എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ആകെ ഒന്ന് പേടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അതിനോട് ആധാരം എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല നിങ്ങളുടെ പേര് മാത്രമല്ല അതിൻ്റെ അകത്ത് എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ ഉണ്ട് ആധാരത്തിൽ, അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ വീട് എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് കൂടുതൽ സച്ചിനെ പ്രകോപിച്ച പ്രശ്നമെന്ന് അറിയാവുന്നതുകൊണ്ട് ചന്ദ്ര കുറച്ച് നേരത്തേക്കൊന്ന് അടങ്ങുവാണ്. അത് കഴിയുമ്പോൾ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളുടെ കുഞ്ഞൊന്നും അല്ലല്ലോ ഇങ്ങനെ കിടന്ന് ചാടാൻ ഞാൻ ഈ പറയുമ്പോൾ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പം രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ മനസാക്ഷിയില്ലേ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയാം, എനിക്ക് മനസാക്ഷിയില്ല, നീയൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കുള്ളൂ എന്നൊക്കെ ഓരോന്ന് പിന്നെ അവരെയും തിരിച്ചു പറയുവാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമം സഹിക്കാൻ പറ്റാതെ ശ്രുതി ഓടി മുറിയിലോട്ട് ചെല്ലുവാണ് കേട്ടോ. അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. സച്ചി രേവതിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അവസാനം ശ്രുതി തീരുമാനിക്കുവാണ്, എന്ത് വന്നാലും അമ്മയെ കാണാൻ പോകണമെന്ന് ഓർത്ത് ശ്രുതി പയ്യെ റെഡി ആവുകയാണ് കേട്ടോ. ആ സമയത്ത് മോന് പാലെടുക്കാൻ വേണ്ടി രേവതി അടുക്കളയിൽ വരുമ്പോൾ ചന്ദ്ര വീണ്ടും കളിയാക്കുവാണ് കേട്ടോ. നീ തന്നെ ഈ വീട്ടിലൊരു അധികപ്പറ്റ, ഇനി പുതിയ അധികപ്പറ്റിനെ കൂടെ വന്നേക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്താ വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ നിന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുവാണ്, തന്നെ നിന്ന് സംസാരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാ അമ്മ അതൊന്നും എനിക്കറിയില്ല, അമ്മ ഒരു ഡോക്ടറെ പോയി കാണ്, എന്തായാലും ഇപ്പം എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കുഞ്ഞിന് പാലെടുക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ആരെ കണ്ടിട്ടാണ് നിനക്ക് ഇത്ര ഇളക്കവും തർക്കോത്തരം പറിച്ചില്ലെന്നൊക്കെ എനിക്കറിയാം, നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ചന്ദ്രൻ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ശ്രുതി വിമലയെ കാണാൻ വേണ്ടി പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.